വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൻസ്. പടത്തിൻ്റെ പേര് പോലെ തന്നെ എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ, നമ്മളെപ്പോലെ കോടിക്കണക്കിന് സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥ. അത് ഇതിൽ കുറച്ച് പേരായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇമോഷണലി നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ഡയറക്റ്റഡ് ബൈ സവിൻസ. പുള്ളി വാഴ ഫസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. സ്റ്റോറി ബൈ വിപിൻ ദാസ്. നമ്മുടെ ജയജയഹയുടെ ഡയറക്ടറാണ്, സ്റ്റോറി റൈറ്ററാണ്. അതേപോലെ ഗുരുവായൂരമ്പലം ഡയറക്ടറാണ്, സ്റ്റോറിയാണ്. അടിപൊളി. കാരണം ഈ പടത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. എല്ലാവരുമായിട്ട് ഇമോഷണലി നല്ല രീതിക്ക് കണക്റ്റ് ആവും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹാഷിർ, അലൻ അജിൻ, പിന്നെ വിനായക്, സാബിർ, അങ്ങനെ ഒത്തിരി നമ്മൾ ഇൻസ്റ്റാ റീലിലൂടെയും കണ്ടുപിടുത്തെന്ന് വെച്ചാൽ കണ്ട് പരിചിതരായ ഒരുപാട് പേരുണ്ട്. കാരണം ഡെബ്യൂട്ടൻ്റ് ആക്ടേഴ്സായ ഇവർക്ക് ഇത്രയും വലിയൊരു വരവേൽപ്പ് കിട്ടുന്നതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് ഇവരുടെ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസും, അതുകൂടാതെ ഓഫ് കോഴ്സ് പടത്തിൻ്റെ സ്റ്റോറിയും. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു പയ്യൻ ജനിച്ച് വീഴുമ്പോൾ തൊട്ട് അവനൊരു നല്ല നിലയിലെത്തി കുടുംബത്തിനെ പോറ്റി തുടങ്ങുന്നത് വരെയുള്ള സ്ട്രഗിൾ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു പടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വാഴ ഫസ്റ്റ് എനിക്കൊരു ജസ്റ്റ് ആവറേജ് ഫീല് മാത്രമായിരുന്നു പടം. പക്ഷെ സെക്കൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് പടത്തിന് പോയത്. ഒരുപാട് ഇഷ്ടമായി, നമുക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. കാരണം ഇമോഷണലി എല്ലാവരിലേക്കും കണക്റ്റ് ആവും പടം. പിന്നെ ആക്ടേഴ്സിലേക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 പേരാണ് മെയിനായിട്ട് പറയണത്. പക്ഷെ നമ്മുടെ പിള്ളേരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ച് തൂക്കി പടം. പിന്നെ സീനിയർ ആക്ടേഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ബിജുക്കുട്ടൻ, അതേപോലെ വിജയ് ബാബു സാറ്, പിന്നെ അൽഫോൺസ് പുത്രൻ സാർ ഓഫ് കോഴ്സ്. കാരണം പുള്ളിയുടെ ലാസ്റ്റ് പടം ഗോൾഡിലും പുള്ളി ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ പുള്ളിക്ക് എന്തോ അസുഖം പോലെയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ പടം എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് പോയതെന്ന്. പക്ഷെ സർവ്വമ്മയിൽ പുള്ളി ഒരു റീ എൻട്രി കൊടുത്തായിരുന്നു ക്യാമിയോ റോളിൽ. അന്നേരമൊക്കെ പുള്ളിയുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു. അതേപോലെ പുള്ളിയുടെ കോമഡി ടൈമിങ്, ഈ പടത്തിൽ അപാര പെർഫോമൻസ്. കാരണം 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട് പടം. ഈ പടത്തിൽ ഇത്ര എല്ലാവരും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് പുള്ളി ഒരു 20 മിനിറ്റുള്ള ക്യാമിയോ റോൾ കൊണ്ട് അടിച്ചു തൂക്കിക്കണം. കാരണം പുള്ളിയുടെ കോമഡി ടൈമിങ്, സ്ക്രീൻ പ്രസൻസ്, എല്ലാം എന്നെ ഡയലോഗ് ഡെലിവറിയാണ് ആ മനുഷ്യൻ. അതേപോലെ സ്ക്രീൻ പ്രസൻസ്. പിന്നെ വേറൊരാൾ അജു വർഗീസ്. സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ. പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സുധീഷ് ചേട്ടൻ, പിന്നെ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ റോളാണിത്. കാരണം നമ്മുടെയൊക്കെ സ്വന്തം ഒരു അടുത്ത വീട്ടിലെ കൂട്ടുകാരൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ നമുക്കും അവനെ പോലെ തന്നെ ആയിരിക്കും അവൻ്റെ അച്ഛൻ. അതുപോലത്തെ ഒരു ക്യാരക്ടർ. കാരണം പടം കാണുമ്പോൾ നമ്മൾ ഇമോഷണലി ശരിക്കും കരഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം പിടിച്ചു നിർത്തിയതാണ്. അതേപോലെയാണ് പടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരിലേക്കും ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു പടമാണ്. അതേപോലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല പടം. പിന്നെ വിഷ്വൽ ക്വാളിറ്റി, അതേപോലെ തന്നെ വേറൊരു സംഭവമാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വാൽകഷ്ണം ടൈലൻഡിങ്, അത് ആരും മിസ്സാക്കരുത്. അത് കാണുമ്പോൾ എന്തായാലും രോമാഞ്ചം വരും. കാരണം അതുപോലൊരു സാധനം ആരും പ്രതീക്ഷിക്കാത്ത ഇതുപോലൊരു പടത്തിൽ. ഓവറോൾ അടിപൊളി, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ആര് വേണമായിട്ടെങ്കിലും പോകാം. കാരണം ഇമോഷണൽ ഡ്രാമയാണ്, റൊമാൻസ് ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ലവ് സോങ്സ് എല്ലാം ഉണ്ട്. എല്ലാം പാക്ക് ചെയ്തൊരു അടിപൊളി പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. OTTക്ക് വെയിറ്റ് ചെയ്യരുത്. കാരണം വെക്കേഷൻ ടൈമാണ്, എല്ലാവർക്കും സമയമുണ്ട്. മാത്രമല്ല ഈ വീക്കെൻഡിൽ അവധികളുമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി പടം. മറ്റൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.